പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ വിമർശനങ്ങൾ ശക്തമാക്കി രാഹുൽ ഗാന്ധി. വയനാട് പത്രികാ സമർപ്പണത്തിനു ശേഷം നാഗ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗത്തിലാണ് ബിജെപിക്കെതിരെ ആഞ്ഞടിച്ചത്. മോദി സർക്കാർ അഴിമതിക്കാരാണ് എന്നും തിരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണം നടക്കുന്നതിലൂടെ ചൌക്കിദാർ ജയിലിൽ പോകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്ത് അഴിമതി വർദ്ധിച്ചു. വിവിധ മേഖലകളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി. യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനോ കാർഷിക പ്രതിസന്ധികൾ പരിഹരിക്കാനോ മോദിക്ക് സാധിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പുൽവാമ ഭീകരാക്രമണത്തോടെ ശ്രദ്ധ നഷ്ടപ്പെട്ട റാഫേൽ വിഷയവും കോൺഗ്രസ് അധ്യക്ഷൻ മോദിക്കെതിരെ നാഗ്പൂരിൽ വീണ്ടും ആയുധമാക്കി. മോദി സർക്കാർ 550 കോടി രൂപ വിലയുള്ള റാഫേൽ യുദ്ധവിമാനങ്ങൾ 1600 കോടി രൂപ നൽകിയാണ് വാങ്ങിയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി സർക്കാർ നേരിട്ട് ഫ്രഞ്ച് സർക്കാരുമായി ഇടപെടുകയായിരുന്നു. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. കരാറിൽ തിരിമറി നടന്നു എന്ന പരീക്കറിന് സംശയമുണ്ടായിരുന്നു. അനിൽ അംബാനി, വിജയ് മല്യ, ഗൗതം അദാനി, നീരവ് മോദി, മെഹുൽ ചോക്സി തുടങ്ങിയവരെല്ലാം തട്ടിപ്പുകാരാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മോദിക്ക് ഇവരെല്ലാം സഹോദരങ്ങളാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. കോടിക്കണക്കിന് രൂപയും കൊണ്ടാണ് അവർ രാജ്യത്ത് നിന്നും കടന്നു കളഞ്ഞത്. മോദി അവരെ ബായി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തന്നെ പ്രധാനമന്ത്രിയാക്കാനല്ല ഒരു കാവൽക്കാരനാക്കൂ എന്നാണ് മോദി ആവശ്യപ്പെടുന്നത്. ന്യായ് പദ്ധതി തന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ അദ്ദേഹം 15 ലക്ഷം തരുമെന്ന് കള്ളം പറഞ്ഞില്ലെന്നും കള്ളത്തരങ്ങൾക്ക് 3 മാസത്തിനപ്പുറം ആയുസില്ലെന്നും വ്യക്തമാക്കുന്നു. ഇന്ത്യയെ ചൈനയേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നും രാഹുൽ പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്തു. മഹാരാഷ്ട്രയിൽ ഇത്തവണ കോൺഗ്രസ് NCP സഖ്യം മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. മറുവശത്ത് BJP ശിവസേന സഖ്യമാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.